الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأهل بيته أجمعين. പ്രിയ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ ജനിച്ചു എന്ന കാരണം കൊണ്ട് തന്നെ മരിക്കൽ അനിവാര്യമാണ്. ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ പല കാരണങ്ങൾ പറയാറുണ്ട്. അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു, അല്ലെങ്കിൽ ആക്സിഡൻറ്റിൽ പെട്ടതായിരുന്നു, കിഡ്നി തകരാറിലായിരുന്നു, നെഞ്ചുവേദനയായിരുന്നു, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഇതൊക്കെ നമ്മൾ കാരണങ്ങൾ പറയാറുണ്ട്. അതൊക്കെ കാരണങ്ങളും ആകാം. പക്ഷെ യഥാർത്ഥത്തിൽ ഒരാൾ മരിക്കാനുണ്ടായ കാരണം ജനിച്ചു എന്നതാണ്. അപ്പം ജനിക്കുന്ന ഓരോ വ്യക്തികൾക്കും മരണം അനിവാര്യമാണ്. മരിച്ചേ മതിയാവുകയുള്ളൂ. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ലോകത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ ജീവിക്കേണ്ടത് പരലോകത്തിന് വേണ്ടിയിട്ടാണ്. പരലോകമാണ് യഥാർത്ഥ ജീവിതം. പരലോകത്തിലേക്കുള്ള ആദ്യത്തെ വീടാണ് ഖബർ ജീവിതം എന്നുള്ളത്. ഈ ലോകത്തുള്ള ജീവിതം നശ്വരമാണ്. കുറച്ച് അല്പകാലത്തേക്കുള്ള ആയുസ് മാത്രമാണ്. പരലോകത്തെ ജീവിതമാണ് ശാശ്വതമായ ജീവിതം. അതുകൊണ്ടാണ് സൂറത്തുൽ മുൽക്കിന്റെ ആദ്യ ഭാഗത്തിൽ അല്ലാഹു തആല പറഞ്ഞത് തബാറക്കല്ലദീ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. അങ്ങനെ പറഞ്ഞത് അല്ലാഹു തആല. അല്ലദീ, എങ്ങനെയുള്ള അല്ലാഹുവാണ്, ഖലഖൽ മൗത, മരണത്തെ സൃഷ്ടിച്ചു, വൽ ഹയാത, ജീവിതത്തെയും. അപ്പം മരണവും ജീവിതവും, ആ മരണാനന്തര ജീവിതമുള്ള ജീവിതമാണ് ശാശ്വതമായ ജീവിതം എന്ന് പരിചയപ്പെടുത്തിയതാണ് ആ ആയത്തിലൂടെ അല്ലാഹു തആല. അതുകൊണ്ടാണ് ആദ്യം മരണത്തെയും പിന്നീട് ജീവിതത്തെയും അല്ലാഹു തആല അവിടെ ആ ആയത്തിലൂടെ അള്ളാഹു പ്രതിപാദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു, നബിയെ, ഖബറിന്റെ അവസ്ഥ എന്താണ് എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഒന്നുകിൽ സ്വർഗത്തിന്റെ തോപ്പുകളിൽപ്പെട്ട ഒരു തോപ്പായിരിക്കും ഖബർ എന്ന് പറയുന്നത്, ഔ ഹുഫറത്തും മിൻ ഹുഫറിന്നാർ, അല്ലെങ്കിൽ നരകത്തിന്റെ ആഴങ്ങളിൽ കുണ്ടുകളിൽപ്പെട്ട കുഴികളിൽപ്പെട്ട ഒരു കുഴിയായിരിക്കും. ഒന്നുകിൽ സ്വർഗത്തിന്റെ തോപ്പ്, അല്ലെങ്കിൽ നരകത്തിന്റെ കുണ്ട്, ആഴമേറിയ കുണ്ട്. ഇതാണ് ഖബറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഖബർ സ്വർഗപ്പൂന്തോപ്പ് ആയേ മതിയാവുകയുള്ളൂ. കാരണം അതിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്, നമ്മൾ ഇൽമു പഠിക്കുന്നത്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നതൊക്കെ ഖബറിൽ നന്മ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഖബറിലുള്ള ജീവിതം നമ്മൾ രക്ഷപ്പെട്ടാൽ പിന്നീടുള്ള മുഴുവൻ ലോകങ്ങളും നമ്മൾ രക്ഷപ്പെട്ടു. അതിനുശേഷമുള്ള മീസാന്, സിറാത്ത്, അതുപോലെ തന്നെ വിചാരണ, ഇതെല്ലാം ഖബർ ജീവിതം രക്ഷപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നമ്മൾ രക്ഷപ്പെടുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബർ ജീവിതം രക്ഷപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെയൊക്കെ ചേർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖബർ ജീവിതം സന്തോഷത്തിലാകാൻ, ഖബറിൽ ആനന്ദമുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കാം. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ആദ്യമായി ഖുർആൻ ഓതലാണ്. അത് ഖബറിൽ മൂനിസാണ്, നേരം പോക്കാക്കുന്ന വസ്തുവാണ് ഖുർആൻ പാരായണം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബികൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ പല സംശയങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ഇൽമിന്റെ മജ്ലിസിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസുണ്ട് സഹാബികളോട്, സഹാബ, ഖുർആനിൽ 30 ആയത്തുകളുള്ള ഒരു സൂറയുണ്ട്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്ക് എന്ന് പേരിട്ട് വിളിക്കുന്ന സൂറയാണത്. ആ 30 ആയത്തുകളുള്ള സൂറയെ എല്ലാ ദിവസവും ഒരാൾ പാരായണം ചെയ്താൽ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അവൻ ഒഴിവായി കിട്ടുമെന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളിൽ പലരും ഓതുന്ന മഗ്‌രിബിന്റെ ശേഷം ഓതുന്ന, അല്ലെങ്കിൽ സമയക്കുറവുള്ളവർ സുബഹിക്ക് ശേഷം പതിവാക്കുന്ന സൂറയാണത്, സൂറത്തുൽ മുൽക്ക്. ഇത് ഖബർ ശിക്ഷയിൽ നിന്ന് വളരെ രക്ഷപ്പെടുത്തുന്ന ഒരു അമലാണ് എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. നിത്യമായി പാരായണം ചെയ്യപ്പെട്ട ആ സൂറത്തുൽ മുൽക്ക് ഖബറിൽ അടക്കം ചെയ്തവരെ രക്ഷപ്പെടുത്തിയ എത്രയോ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സൂറത്ത് നിത്യമാക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് സൂറത്തുൽ മുൽക്ക്, ഖുർആൻ ഓതൽ ഖബറിൽ മൂനിസാണ്, വെളിച്ചമാണ്, നേരം പോക്കാക്കുന്ന വസ്തുവാണ്. ഖബറിൽ അടയ്ക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ ഭാഗത്തും തലയുടെ ഭാഗത്തുമൊക്കെ ഒരു നല്ല രൂപം പ്രത്യക്ഷപ്പെടുമെന്നും, ചോദ്യം ചെയ്യാൻ വേണ്ടി മുൻകർ നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാം വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഓതിയ ഖുർആനാണ് ഞങ്ങൾ നല്ല രൂപത്തിൽ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന് മറുപടി പറയുമെന്നൊക്കെ ചരിത്രത്താളുകളിൽ നമ്മൾ പല പ്രാവശ്യം കേട്ടവരാണ്. അപ്പോൾ ഖുർആൻ ഓതുന്നത് ഖബർ ജീവിതം ആനന്ദദായകമാകാൻ, സന്തോഷത്തിലാകാൻ അതൊക്കെ കാരണമാണ്. രണ്ടാമത്, ഖബർ ജീവിതം സന്തോഷത്തിലാകാനുള്ള രണ്ടാമത്തെ കാര്യം നിസ്കാരം നിലനിർത്തലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വിശുദ്ധമായ ഖുർആനിൽ നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ പറഞ്ഞത് അഖീമുസ്സലാ, നിസ്കാരം നിലനിർത്താനാണ് പറഞ്ഞത്. വല്ലപ്പോഴും നിസ്കരിക്കുക, സമയം കിട്ടുമ്പോൾ നിസ്കരിക്കുക, സാഹചര്യം വരുമ്പോൾ നിസ്കാരം ഒഴിവാക്കുക, അത് ഒരു മുഅ്മിനിന് അനുവദിക്കപ്പെട്ടതല്ല. അഖീമുസ്സലാത്ത് എന്ന് ആവർത്തിച്ച് ഖുർആനിൽ റബ്ബ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം നിലനിർത്തണം, കൃത്യമായി നിസ്കരിക്കണം. നിൽക്കാൻ കഴിവില്ലാത്തവന് ഇരിക്കാം, ഇരിക്കാൻ കഴിയില്ലാത്തവന് കിടന്ന്, അങ്ങനെ പല രൂപങ്ങളും പറയുന്നുണ്ട്. എന്നാൽ പോലും നിസ്കാരം ഒഴിവാക്കരുത് എന്നാണ്. ബുദ്ധിസ്ഥിരതയുള്ളിടത്തോളം കാലം, ആരോഗ്യം നിലനിൽക്കുന്നിടത്തോളം കാലം നിസ്കാരം നിർബന്ധ ബാധ്യതയാണ്. അപ്പോൾ ആ നിസ്കാരം നിർവഹിക്കപ്പെടുന്നതിലൂടെ ഖബർ ശിക്ഷയിൽ നിന്ന് ഒഴിവായി കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലൂടെ നാം പഠിച്ചവരാണ്. അതിനെ നിത്യമാക്കുക. അള്ളാഹു തുണയ്ക്കട്ടെ. ഇനി ഖബർ ജീവിതം രക്ഷപ്പെടുന്ന മൂന്നാമത്തെ അമല് സ്വതക്കയാണ്. സ്വതക്ക വലിയ പുണ്യമേറിയ അമലാണ്. കാരണം സ്വതക്ക എന്ന് പറയുന്നത് നമ്മുടെ കീശയിലുള്ള കുറച്ച് പൈസ, നമ്മൾ എന്തൊക്കെയോ ആവശ്യത്തിനു വേണ്ടി വെച്ചിരുന്ന പൈസയാണ്. അത് ആവശ്യ സന്ദർഭത്തിൽ ആവശ്യാനുസരണം സ്വതക്ക ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്ന പൈസയാണ്. നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന 50-ന്റെ ഒരു നോട്ട്, 50 രൂപ, അത് പോയി എന്നാണ് നമ്മൾ കരുതുക. സദക്കയാണ് കൊടുക്കുന്നതെങ്കിൽ അത് പോയിട്ടില്ല, അതാണ് നമുക്ക് ബാക്കിയാവുന്നത്. മറ്റതൊക്കെ പോയിട്ടുണ്ടാവും. നമ്മൾ മറ്റ് സാധനങ്ങൾ വാങ്ങിയത്, ബസ് കൂലിക്ക് കൊടുത്തത്, വണ്ടിയിൽ എണ്ണ അടിച്ചത്, ഇതെല്ലാം പോയ പൈസയാണ്. തിരിച്ച് നമുക്ക് കിട്ടിയ പൈസ ഈ സദക്ക കൊടുത്ത പൈസ മാത്രമാണ്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹ. ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു നന്മയ്ക്ക് 10 പ്രതിഫലമാണ്. അപ്പോൾ ഒരാൾക്കൊരു സദക്ക കൊടുക്കുമ്പോൾ അത് 10 ഇരട്ടിയായിട്ട് റബ്ബ് തിരിച്ചു തരികയാണ് നമുക്ക്. ഒരിക്കലും പോക്കറ്റിൽ നിന്ന് ആ പൈസ താൽക്കാലികമായി പോയി എങ്കിലും അതിൻ്റെ എല്ലാ പ്രതിഫലങ്ങളും ആനന്ദങ്ങളും തിരിച്ച് നമുക്ക് തന്നെ എത്തുക. ഇത് സ്വതക്കയ്ക്ക് മാത്രം അള്ളാഹു നൽകിയ വലിയ ഒരു പദവിയാണ്. അതുകൊണ്ട് ധാരാളമായി സ്വതക്ക ചെയ്യണം. ഈ സ്വതക്ക നാളെ ഖബറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത്രയേറെ മഹത്വമുള്ള ഒരു അമലാണ് സ്വതക്ക എന്ന് പറയുന്നത്. വലത് കൈ കൊണ്ട് കൊടുക്കുന്ന സദക്ക ഇടത് കൈ പോലും അറിയാത്ത രീതിയിലാണ് സദക്ക കൊടുക്കുന്നതിൻ്റെ നിബന്ധനകൾ പോലും പറയുന്നത്. അതീവ രഹസ്യമായിട്ട് സദക്ക ചെയ്യണം, ആരോരും അറിയാതെ. സഹാബികളിൽ പലരും അങ്ങനെയുള്ളവരായിരുന്നു. കിട്ടിയ പൈസ മുഴുവനും ഒരൊറ്റ രാത്രി കൊണ്ട് സദക്ക ചെയ്ത് കൊടുത്തു തീർത്ത പെണ്ണായിരുന്നു ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹ. ഒന്നും ബാക്കി വെച്ചില്ല, ഒറ്റ രാത്രി കൊണ്ട്
തനിക്ക് വേണ്ടപ്പെട്ട പാവപ്പെട്ടവർക്ക് വേണ്ടി വീടിനടുത്തുള്ള നാട്ടിലുള്ള മദീനയിലുള്ള പാവപ്പെട്ടവർക്ക് വീതിച്ചു കൊടുത്തു ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. സൈനബ് റളിയല്ലാഹു അൻഹ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഭാര്യ, പ്രിയപ്പെട്ട സഹധർമ്മിണി, അവർ സദക്ക കൊടുത്ത് വിളിക്കപ്പെട്ട പേര് പോലും കൈക്ക് നീളമുള്ള പെണ്ണ് എന്നാണ്. എന്തുകൊണ്ടാണ് കൈക്ക് നീളമുള്ള പെണ്ണ് എന്ന് സൈനബ് റളിയല്ലാഹു അൻഹ അറിയപ്പെട്ടത്? ധാരാളമായി സ്വതക്ക ചെയ്തു എന്ന കാരണം കൊണ്ടാണ്. അവരൊക്കെ ഇപ്പം ഖബറിൻ്റെ ഉള്ളിൽ ജന്നത്തുൽ ബഖീയിൽ കിടന്ന് ആസ്വദിക്കുന്നുണ്ടാവും അതിൻ്റെ ആ പ്രതിഫലങ്ങളൊക്കെ. അപ്പോൾ കൊടുത്താൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത, ചുരുങ്ങിപ്പോകാത്ത അമല് എന്ന് പറയുന്നത് നമ്മുടെ താൽക്കാലികമായി കീശയിൽ നിന്ന് നഷ്ടപ്പെട്ടാലും അതിൻ്റെ ഇരട്ടി ലാഭമായിട്ട് തിരിച്ചു കിട്ടുന്ന ഒരു അമലാണ് ദാനധർമ്മം എന്നുള്ളത്. അത് ഭക്ഷണമാകാം, വസ്ത്രമാകാം, പൈസയാകാം, അല്ലെങ്കിൽ അത്യാവശ്യ ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കുന്ന മറ്റേത് കാര്യങ്ങളിലും സദക്കയെ നമുക്ക് കൂട്ടാൻ കഴിയും. അപ്പോൾ സ്വതക്ക എന്ന് പറയുന്നത് ഖബറിൽ ആരോരുമില്ലാത്ത ഇരുളിൻ്റെ അഗാധമായ ആ ഒരവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ വരുന്ന മൂന്നാമത്തെ അമലാണ് ദാനധർമ്മം എന്നുള്ളത്. അതുകൊണ്ട് ഖുർആൻ പാരായണം അധികരിപ്പിക്കുക, ദാനധർമ്മങ്ങൾ ധാരാളമായിട്ടുണ്ടാവുക, നിസ്കാരം കൃത്യമായി നിർവഹിക്കുക. ഇതൊക്കെ ഖബറിൽ രക്ഷ നേടുന്നതിൻ്റെ വലിയ കാരണങ്ങളാണ്. ഖുർആൻ പാരായണം പ്രത്യേകിച്ചും, കാരണം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ വചനങ്ങളാണ്. ഒരക്ഷരത്തിന് 10 നന്മ വെച്ച് അള്ളാഹു തന്നാൽ ഖബറിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ എത്രയോ നന്മകളെ ആസ്വദിക്കാൻ നമുക്ക് കഴിയും. ആ സമയത്താണ് നമ്മൾ ചിന്തിക്കുന്നത്, അള്ളാഹുവേ, ദുനിയാവിൽ വെച്ച് കുറച്ചുകൂടി ഖുർആൻ ഓതാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഇത്രയേറെ പ്രതിഫലം ഈ ഇരുള നിറഞ്ഞ ഖബറിൻ്റെ ഉള്ളിൽ എനിക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഓതാൻ കഴിഞ്ഞിട്ടില്ലല്ലോ പടച്ചോനെ എന്ന് ഖബറിൻ്റെ ഉള്ളിൽ കിടന്ന് ഓരോ ഖബറാളികളും വിളിച്ചു പറയുന്ന ഒരവസ്ഥയുണ്ടാകുമെന്നാണ്. അതുകൊണ്ട് ആയുസ്സുള്ളപ്പോൾ, ഓതാൻ കഴിവ് തന്നപ്പോൾ നമ്മൾ നിരന്തരമായി ഖുർആനുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കണം. അത് ഖബറിൽ മുനിസ. ഖുർആൻ പാരായണം ചെയ്തതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന ലനാ ഫിദ്ദുനിയ ഖരീന വഫിൽ ഖബരി മുനിസ. അള്ളാഹുവെ, നേരം പോക്കാക്കുന്ന ഒരു വസ്തുവായിട്ട് ഈ ഖുർആനെ ഖബറിൽ നീ ആക്കിത്തരണമേ എന്ന്. വഫിൽ ജന്നത്ത് റഫീഖ, സ്വർഗത്തിൽ ഒരു ചങ്ങാതിയെപ്പോലെ ഖുർആനിനെ കൊണ്ടുവരണേ. വമിനന്നാരി സിത്രം വഹിജാബ, നരകത്തിൽ ഒരു മറയായിട്ട്, നരകത്തെ തൊട്ടൊരു മറയായിട്ട് ഈ ഖുർആനെ നീ എനിക്ക് ആക്കിത്തരണേ എന്ന് നമ്മൾ ഓരോ പ്രാവശ്യവും ഖുർആൻ ഓതിയതിന് ശേഷം നമ്മൾ ദുആരക്കുന്ന ദുആയാണ്, പ്രാർത്ഥനയാണത്. അപ്പോൾ അത്രയേറെ മഹത്വമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ വചനങ്ങൾക്ക്. നമ്മളൊക്കെ മരിച്ച് ഖബറിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ആദ്യം ഓതി വെച്ച ഹദീസ് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്താണ് ഖബറിൻ്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ, ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഒന്നുകിൽ സ്വർഗത്തിൻ്റെ തോപ്പ്, ഔ ഹുഫ്റത്തൻ മിൻ ഹുഫറിന്നാർ, അല്ലെങ്കിൽ നരകത്തിൻ്റെ ആഴങ്ങളിൽപ്പെട്ട ഒരു ആഴം, കുണ്ടുകളിൽപ്പെട്ട ഒരു കുണ്ട്, ഒരു കുഴി. നന്മ ചെയ്താൽ സ്വർഗത്തിൻ്റെ പൂക്കളും സുഗന്ധങ്ങളും സുഗന്ധദ്രവ്യങ്ങളും സ്വർഗത്തിൻ്റെ ഭക്ഷണപാനീയങ്ങളും വസ്ത്രങ്ങളും വിരിപ്പുകളും ഒക്കെ ഖബറിൻ്റെ ഉള്ളിലേക്ക് മലക്കുകൾ കൊണ്ടുതരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അടുത്ത പാർട്ട്, ഇമ്മാ ഹുഫ്റത്തൻ മിൻ ഹുഫറിന്നാർ, ഒന്നുകിൽ നരകത്തിൻ്റെ ആഴങ്ങളിൽപ്പെട്ട ഒരു ആഴമായി ഖബർ മാറും. നരകത്തിൻ്റെ തീയും ചൂടും തിളച്ചു മറയുന്ന ലാവ പോലെ സഹിക്കപ്പെടാൻ കഴിയാത്ത ചൂടിനാലുള്ള ഇടുങ്ങിയ ഖബർ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഖുർആൻ പാരായണം ധാരാളം നമ്മൾ നിത്യമാക്കുക, അതുപോലെ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക. ഇതൊക്കെ ഖബറിൽ, പ്രത്യേകിച്ച് ഖുർആൻ പാരായണം നടത്തുമ്പോൾ സൂറത്തുൽ മുൽക്ക് ഖബർ രക്ഷയ്ക്ക് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച അമലാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖബർ ജീവിതം രക്ഷപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ രക്കണമെന്ന വസിയത്തോടെ
وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.